ഇപ്പോൾ രാവിലെ എന്നും എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ആമിയാണേ. ഞാൻ നാട്ടിൽ വന്ന സമയത്തൊന്നും ഇവളെന്നോട് അടുക്കാറേ ഇല്ലായിരുന്നേ. ഇന്ന് എനിക്ക് കുറച്ചേറെ പ്രോഗ്രാം ഉള്ള ദിവസമാണേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ച് മീനിരിക്കുന്നത് കണ്ടത്. ഈ മീനൊക്കെ കൊണ്ടുവന്ന് എനിക്ക് രാവിലെ തന്നെ കറി വെക്കണം. വൈകിട്ടത്തേന് മാറ്റി വെക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാനുള്ള ദിവസങ്ങളാണെങ്കിൽ നേരത്തെ തന്നെ മീനെല്ലാം മേടിച്ച് തരാൻ ശ്രമിക്കാറുണ്ട്. ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അതിനകത്തുനിന്ന് ഒരു 10 എടുത്ത് മാറ്റി വെച്ചില്ല എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് ഒരു യോഗ ക്ലാസ് ഉണ്ട് കേട്ടോ, അങ്കമ്പാടിയിലെ എല്ലാ ബുധനാഴ്ചയും. കഴിഞ്ഞ 3 മാസമായിട്ട് അങ്കമ്പാടികളിൽ യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അറിഞ്ഞു വന്നപ്പോഴത്തേനും കുറച്ച് വൈകിപ്പോയി കേട്ടോ. എന്നിരുന്നാലും ഞങ്ങൾ ഇന്നൊന്ന് പോയേക്കാന്ന് തീരുമാനിച്ചു കേട്ടോ. യോഗയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സമയമൊന്നും വേസ്റ്റ് ആയില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേ ആന്റിബയോട്ടിക്കിന്റെ ഓവർ ഡ്യൂവിനെ കുറിച്ചുള്ളൊരു ബെച്ചും ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അങ്ങ് പോയി കേട്ടോ. ദിവസം ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാൻ ജസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഡ്രസ്സെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും ദേ ഒരു നിൽക്കുന്നു പേരയിലൊരു പേര്. ആദ്യമായിട്ടുണ്ടായതായതുകൊണ്ട് എല്ലാവരും വന്നിട്ട് അത് മുറിക്കത്തു. എല്ലാവരും വരുന്നിടം വരെ നോക്കിയിരിക്കേണ്ടതായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നേ. പിന്നെ 2 ഐസ്ക്രീമും പാസ്തയും കൂടെ കഴിച്ചപ്പോൾ ആ വിഷമം അങ്ങ് മാറി. എന്നാൽ ഇനി നിങ്ങളുടെ കാര്യമൊക്കെ നടക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി, ഇനി നാളെ കാണാമേ.